കഴിഞ്ഞ ദിവസം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു സീനിയർ ശുശ്രൂഷകനായി 40 വർഷം കർത്തൃവേല ചെയ്ത ഒരു ദൈവദാസൻ സ്തോത്രം I2I ചാനലിൽ അദ്ദേഹം പറയുന്നു, 40 വർഷം ഞാൻ കർത്തൃവേല ചെയ്തു. സമുദായ സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഓർത്തഡോക്സിൽ വന്ന ആളാണ്. പക്ഷേ ഇപ്പോഴാ വന്നത് അബദ്ധമായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കൃഷിക്കാരനായിരുന്നു. അന്ന് കപ്പ കൃഷിയൊക്കെ എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു. ഇതിന് ഇവിടെ വരുന്നതിനേക്കാളും കപ്പ കൃഷി ചെയ്താൽ മതിയായിരുന്നു. കാരണം എന്ത്? 40 വർഷമായിട്ടും സാക്ഷാൽ ദൈവമാരെന്നറിയാതെ പോയി. അദ്ദേഹം പറയുന്നത്, എനിക്ക് മുമ്പേ നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്ന പാസ്റ്റർമാർ പണമുണ്ടാക്കി വലിയ വീട് വെച്ചു, അവര് വില കൂടിയ കാർ വാങ്ങി. അവര് വാങ്ങട്ടെ. ദൈവം നൽകിയതിനെ കളയണമോ? ദൈവം നൽകി, വാങ്ങട്ടെ. നിങ്ങളും ദൈവസന്നിധിയിലിരിക്കൂ. സമയമാകുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരും. എന്തിനാ അസൂയപ്പെടുന്നേ? അവരെ നോക്കി താങ്കൾ ഇറങ്ങിയാൽ താങ്കൾക്ക് വിശ്വാസ ജീവൻ നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. നമ്മൾ പലപ്പോഴും നോക്കുന്നത് നമ്മുടെ മുമ്പേ നടന്ന് വീട് വെച്ചവരെയും കാറ് വാങ്ങിയവരെയും കഷ്ടതയിലൂടെ കടന്നുപോയി അവൻ പിന്നത്തെ സമ്പന്നരായവരെയും അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചുകൊണ്ടിരിക്കുക. നോക്കേണ്ടവനെ നോക്കാതെ അരുതാത്തെടുത്ത് നോക്കുന്നത് കൊണ്ട് പലരും വിശ്വാസം വിട്ടു പോകുമ്പോൾ ഈ ഉപവാസ മീറ്റിംഗിൽ ദൈവമക്കളെ നിങ്ങൾ അറിയണം, സാക്ഷാൽ ഞാൻ സേവിക്കുന്ന ദൈവമാര്, മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലത്തിന്റെ സമ്പൂർണതയിൽ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവാര്, ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് നൽകിയ വചനത്തിന്റെ വിലയെന്ത്, അതിന്റെ പ്രത്യേകത എന്ത്? ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിക്കാനാണോ ഞാൻ പെന്തക്കോസ്തിൽ വന്നത്? തിരിച്ചറിയുക. ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് ജീവിതത്തിൽ കഷ്ടതകളായിരുന്നു. എന്നെ ഇതെല്ലാം പഠിപ്പിച്ചത്.